എനിക്ക് സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടുകളിലും എങ്ങനെയാണ് ഇത്രയധികം ലാഭം കിട്ടുന്നതെന്ന് നിങ്ങൾ പലരും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിനുള്ള 5 കാരണങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പെട്ടെന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഈ അടുത്താണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെൻട്രൽ MS സെൻട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൻ്റെ അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടത്. അതിൽ നമ്മൾ എൻ്റെ ഒരു പേഴ്സണൽ പോർട്ട്ഫോളിയോയുടെ ലാഭം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ലാഭമുള്ള പോർട്ട്ഫോളിയോ ആയിരുന്നു അത്. ആ ഒരു പോർട്ട്ഫോളിയോയിൽ എങ്ങനെയാണ് ഇത്ര ലാഭം കിട്ടിയതെന്ന് ചോദിച്ച് നമുക്ക് 2-3 മെസ്സേജുകൾ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 വന്നിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും 5 കാരണങ്ങളാണുള്ളത്. അത് നിങ്ങളെപ്പോലുള്ള സാധാരണ ഇൻവെസ്റ്റർമാർക്ക് ഗുണകരമാവും എന്ന് കരുതുന്നതുകൊണ്ട് ഞാനതൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ പോർട്ട്ഫോളിയോ വളരെ കാലമായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന പോർട്ട്ഫോളിയോ ആണ്. എല്ലായ്പ്പോഴും ഞാൻ ചെറുതായിട്ടാണെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ആണ്. അതുപോലെ തന്നെയുള്ള സ്റ്റോക്ക് പോർട്ട്ഫോളിയോയും എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ദീർഘകാലത്തേക്ക് നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിക്ഷേപിക്കുക എന്നുള്ള കാര്യത്തിനാണ് ഞാൻ മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിന് അങ്ങനെ ഒരു ദീർഘകാല നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നേട്ടം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് കിട്ടാനായിട്ട് ഇടയായിട്ടുള്ളത്. അതായത് എപ്പോഴായാലും നമ്മൾ ഏത് മാസമായാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിപ്പോൾ മാർക്കറ്റ് താഴ്ന്നെന്നോ മാർക്കറ്റ് കൂടിയെന്നോ ഒന്നും നോക്കാറില്ല. മിക്കവാറും എല്ലാ മാസവും നമ്മളുടെ വരവിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ മാസവും SIP രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പരമാവധി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മൊത്തം വരുമാനത്തിൻ്റെ 70% ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 70% ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അഗ്രസീവായിട്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള പണം കൊണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് ബാക്കി വരുന്ന എല്ലാ പണവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ഒരു അത്യാവശ്യം തെറ്റില്ലാത്തൊരു മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് പോർട്ട്ഫോളിയോകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കാരണം. അതോടൊപ്പം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂട്ടി കൊണ്ടുവരുമെന്നുള്ളതാണ്. എൻ്റെ ജോലി ഒരു അത്യാവശ്യം തെറ്റില്ലാത്തൊരു കമ്പനിയിലാണ്. അത് അവിടെ ഒരു വർഷം 8 മുതൽ 10% വരെയൊക്കെ ശമ്പള വർധനവ് ഉണ്ടാവാറുണ്ട്. ആ വർധനവിനനുസരിച്ച് 10% അതിൽ കൂടുതലൊക്കെ ഓരോ വർഷവും ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതും കൂടെ ഞാൻ ചെയ്യാറുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, റിട്ടയർമെൻറ്റ്, അതുപോലെ ലോണുകൾ തീർക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് സ്പെസിഫിക് ആയിട്ട് ഓരോന്നിനും ഏതൊക്കെ തരത്തിലുള്ള നിക്ഷേപങ്ങൾ വേണം, ഏതൊക്കെ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വേണം, ഏതൊക്കെ തരത്തിലുള്ള സ്റ്റോക്കുകൾ വേണമെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളുടെ റിസ്കിനെ ഒരു പരിധിവരെ കുറയ്ക്കാനും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള സമയത്ത് വളർന്നു വരാനുള്ള സാധ്യതകൾ കൂട്ടാനും ഇടയാകാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ എല്ലാ മാസവും കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആളാണ്. അത് മാർക്കറ്റ് കൂടിയാലും കുറഞ്ഞാലും. അതിൻ്റെ അർത്ഥം എന്താ, നമുക്ക് മാർക്കറ്റ് ഏറ്റവും നല്ല വിലയിൽ വാങ്ങാനോ അല്ലെങ്കിൽ ഏറ്റവും നല്ല വിലയിൽ വിൽക്കാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും കുറേശ്ശെയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതായത് മാർക്കറ്റിനെ ടൈം ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ ഒരു വിജയരഹസ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് താഴ്ചകൾ വരുമ്പോൾ വളരെ വലിയ രീതിയിൽ അഡീഷണലായിട്ട് ഇൻവെസ്റ്റും ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അഡീഷണലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മളെപ്പോഴും കുറച്ച് പണം കരുതൽ ധനമായിട്ട് സൂക്ഷിക്കാറുണ്ട്. ആ കരുതൽ ധനത്തിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ആ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടന്നു പോകും. അതോടൊപ്പം തന്നെ എപ്പോഴെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കരുതൽ ധനത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു ഡബിൾ എഡ്ജുള്ള ഒരു തരത്തിലുള്ള നിക്ഷേപ രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇടക്കാലം വെച്ച് പൈസയ്ക്ക് ആവശ്യം വരികയോ അല്ലെങ്കിൽ നമ്മളുടെ പണം അത്യാവശ്യം വളരെ വലിയ രീതിയിൽ ഉയർന്നു വരികയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ അടുത്താണ് നമ്മുടെ സ്റ്റോക്കുകളിൽ നിന്ന് അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു ലാഭം കിട്ടിയ സമയത്ത് ആ ലാഭം എടുത്തുകൊണ്ട് എൻ്റെ ഒരു ഹൗസിംഗ് ലോൺ ഞാൻ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ തുടർന്ന് വരുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഇടക്കാല ആവശ്യങ്ങൾക്ക്
ഉള്ള കാര്യങ്ങൾക്കായാലും പൈസ പിൻവലിക്കാം. അതല്ല നമ്മൾ ദീർഘകാലത്തേക്ക് വെച്ചിട്ടുള്ള സ്റ്റോക്കുകളല്ല, അല്ലാതെ ഒരു സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ കൈൻഡ് ഓഫ് പോർട്ട്ഫോളിയോ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പൈസ പിൻവലിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നടത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് മാറ്റി വെക്കാനോ ഒക്കെ സാധിക്കും. ഇപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ കയ്യിൽ ഒരു കരുതൽ ധനം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അതായത് മാർക്കറ്റ് താഴ്ത്ത വരുമ്പോൾ നമ്മൾ ആ കരുതൽ ധനത്തിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് മാർക്കറ്റിലേക്ക് ഇടുന്നത്. ഇതിൻ്റെ തിരിച്ചുള്ള കാര്യം നമ്മൾ ചെയ്യും. അതായത് മാർക്കറ്റ് വളരെ രീതിയിൽ ഉയർന്നു വരുമ്പോൾ ഈ മാർക്കറ്റിൽ നിന്ന് പൈസ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഈ കരുതൽ ധനത്തിലിടും. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള അസറ്റ് അലോക്കേഷൻ രീതി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ 5ാമത്തെ ഒരു വിജയ രഹസ്യമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ അത്ര വലിയൊരു ഇൻവെസ്റ്റർ ഒന്നുമല്ല, പക്ഷേ ഈ ഒരു തെറ്റില്ലാത്തൊരു സാമ്പത്തിക അവസ്ഥയിൽ ഈ ഒരു രീതിയിൽ മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 വീഡിയോകളാണ് നിങ്ങളിവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സംബന്ധിയായുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8848030018 ആണ് നമ്മുടെ നമ്പർ.